ഇത് കുറെ നേരമായല്ലോ പത്രത്തിലെ ഒരേ പേജ് എന്നെ വായിക്കുന്നു വീണ്ടും വീണ്ടും. എന്താ ഇതിന്ന് വല്ല പരീക്ഷയുണ്ടോ? ആ ദേ ചോദിച്ച ചായ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. എന്ത്? ഇതിപ്പോ രാവിലെ 3ാമത്തെ ചായ തന്നെയാ. അല്ലടോ, പിന്നെ ഞാനല്ലേ മുമ്പേ 2 ഇവിടെ കൊണ്ട് തന്നത്. ദേ ഗ്ലാസ് ഇരിക്കുന്നു. അതല്ലെന്ന്. റോക്കറ്റ് പോലും ഉയരുന്ന സ്വർണ്ണവിലയുടെ ഇടയ്ക്കാ തൻ്റെ 3ാമത്തെ ചായ. അറിഞ്ഞോ? പവൻ 1 വാങ്ങണേ രൂപ 1,00,000-അടുത്താകും. അയ്യോ, ഈയിടെയായി ഈ സ്വർണ്ണവിലയുടെ കുതിപ്പ് എവിടെ എത്തുമോ എന്തോ. മനസ്സിലായി. ഞാനൊരു പാദസരം സ്വർണത്തിന്റെ വാങ്ങിത്തരാൻ പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ ഈ വില കൂടുതലിൽ പിടിച്ചു തൂങ്ങുന്നത്? വേറെന്തെല്ലാം വാർത്തകളുണ്ട് പത്രത്തിൽ. ആവശ്യത്തിന് വാങ്ങുന്നത് പോകട്ടെ, നിന്നെ പോലുള്ളവർ അനാവശ്യത്തിനും ആർഭാടത്തിനും ഈ മഞ്ഞലോഹത്തോട് കാണിക്കുന്ന ആർത്തി ആലോചിച്ച് ഞാൻ ഇരുന്നു പോയതാ. എന്താർത്തി? ഏത് ഭാര്യമാരും ഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുന്നതേ ഞാനും ചോദിച്ചുള്ളൂ. സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാര് പറയണത് എന്തും വാങ്ങിത്തരും. ഇവിടെ ഇത് സ്നേഹത്തിന്റെ പ്രശ്നമാണോ, പണത്തിന്റെ അല്ലേ? അതെ, സ്നേഹത്തിന്റെ തന്നെ പ്രശ്നം. മേടിച്ചു തന്നില്ലേ വേണ്ട. ചായ കുടിച്ചു കഴിഞ്ഞ ഈ ഗ്ലാസ് ഇങ്ങിതാ. എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. അതിന് ഞാൻ ഈ ചൂടും സ്വാദുമുള്ള ചായ കുടിച്ച് തീരണ്ടേ? താൻ അല്പനേരം ഇവിടെ ഇതിലേട്ടിരി. പുന്നായിരിക്കാതെ. എത്ര നാളോട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ. ആയിലത്തെ ലലന മണിക്കുള്ളതേ 8 സെറ്റ് പാദസരങ്ങളാ. അതും താൻ എണ്ണിയോ? ഓരോ ഡ്രസ്സിനും ചേരുന്നത് മാറ്റി മാറ്റി ഇടുമ്പോ കൂടെ നടക്കണ എന്റെ തൊലി ഉരിഞ്ഞു പോകും. അറിയോ? ലലനാ മണിയുടെ സ്വർണ്ണ പാദസരത്തെ ചൊല്ലി തന്റെ തൊലി എന്തിനാടോ ഉരിച്ചു കളയുന്നത്? അതും ഇത്രയും നല്ല മനോഹര ചർമ്മം. ഒന്നുള്ളാതെ. വേണ്ട സോപ്പിടൽ. കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയപ്പോ അവളുടെ ഒരു പവർ കാണണമായിരുന്നു. കൈ നിറയെ വളയും മോതിരവും മാലയും കമ്മലും, പോരാത്തതിന് മുകുത്തിയും പാദസരവും. അയ്യോ, ചിരിക്കണ്ട. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഉള്ളതോ? പിന്നെ നിങ്ങൾ ആണുങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല. ഒരു സ്വർണ്ണമാല കഴുത്തിലുണ്ട്, ഷർട്ടിന്റെ ബട്ടൺസ് എത്ര വേണേലും തട്ടും ചില അഴകിയ രാവണന്മാർ. രാവിലെ ഒരു വഴക്കിന് ഞാനില്ലേ, അല്ല ഇത്ര വില കൂടിയിട്ട് നമ്മളൊക്കെ ഇപ്പോഴും ഈ സ്വർണം വാങ്ങുന്നത് ദേഹത്തണിഞ്ഞു നടക്കാൻ, മറ്റുള്ളവർ കാണാൻ. നമ്മൾ അത്ര മോശക്കാരില്ലെന്ന് അവരെ ധരിപ്പിക്കാൻ, പിന്നല്ലാതെ. അതായത് പൊങ്ങച്ചം കാണിക്കാൻ. അതല്ലെങ്കിലോ? പിന്നല്ലാതെ. എടോ, പണ്ടേ ഇതൊരു മൂല്യമുള്ള വസ്തുവല്ലേ? ഭാവിയിലേക്കൊരു നിക്ഷേപമായിട്ടായിരിക്കണം ഈ സ്വർണമൊക്കെ ആദ്യം ആൾക്കാർ വാങ്ങി സൂക്ഷിച്ചു തുടങ്ങിയത്. പിന്നെ നിക്ഷേപമാണേ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാ പോരെ? അതും ശരി തന്നെ. പിന്നെ ചിലപ്പോൾ തന്നെ പോലത്തെ ഭാര്യമാരുള്ളവരായിരിക്കും ആദ്യം ഈ ആഭരണങ്ങളായി സ്വർണം വാങ്ങി തുടങ്ങിയത്. അതിനും കുറ്റം ഞങ്ങൾക്കിരിക്കട്ടെ അല്ലേ? നിങ്ങൾ പുരുഷ കേസരികൾ സ്വർണം ധരിക്കാറേ ഇല്ലേ? ഉണ്ട്, എന്നാലും പാദസരം വരെ പോവില്ലല്ലോ. ഫ്ലോ പോകണ്ട, പറ. ഇപ്പോൾ തന്നെ സ്വർണ്ണവില അല്പം ഒന്ന് ഇടിഞ്ഞാൽ തന്നെ ഉടനോടും വിൽക്കാനായി ജുവലറിയിലേക്ക് നാട്ടാര്. വാങ്ങിയ വില കിട്ടുമോ? ഇല്ല താനും. ഒരു വട്ടം പണിക്കൂലി, പിന്നെ പണിക്കുറവ്. എന്തായാലും ജനത്തിന്റെ കാശ് വീണ്ടും കുറയും, ഉറപ്പ്. എന്തിനാ സ്വർണം വിൽക്കുന്നത്? വാങ്ങിയാൽ മാത്രം പോരെ? അത് കൊള്ളാം. വരവും ചെലവും, അതായത് രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ തത്രപ്പാടുപെടുന്ന നിശ്ചിത വരുമാനക്കാർക്കറിയാം അതിൻ്റെ പ്രയാസം. അതിൻ്റെ ഇടയിൽ തന്നെ പോലുള്ള ആർഭാടപ്രേമികളുടെ ആക്രാന്തവും. ശരി, ഞാൻ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തു. ഇനി എനിക്ക് സ്വർണ്ണപാദസരം വാങ്ങിക്കുന്നതേ. സമാധാനമായി. വേണ്ടെന്ന് വയ്ക്കാനാണോ? അല്ല, കുറച്ചുകൂടി വില കൂടിയിട്ട് വാങ്ങാം. ഇതുപോലെ പണ്ട് ഞാൻ നിർബന്ധം പിടിച്ച് സ്വർണത്തിന് വില കുറഞ്ഞിരുന്നപ്പോ വാങ്ങിയതാണേ. ഇപ്പോ നമ്മുടെ കൈവശമുള്ള ആഭരണങ്ങൾ അത്രയും. നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ നിക്ഷേപം. എന്റെ പൊന്നെ, സമ്മതിച്ചു തന്റെ ധനതത്വശാസ്ത്ര ബോധം. പെൺബുദ്ധി മുൻബുദ്ധിയാണേ, 1.5 മുൻബുദ്ധി. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, സുഷമ അനിൽ. രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.